ഗുരുകരണത്തിലേക്ക്. സ്നേഹവന്ദനം. കഥകളില്ലാതെ അവനൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് തിരുവചനങ്ങളിടത്തായി നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു കഥയുടെയും സൗന്ദര്യം നിശ്ചയിക്കുന്നത് പറയുന്നതാണ് രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ടാകുമ്പോഴാണ്. ഒന്നൊരു സൗന്ദര്യതലം ഉണ്ടാവുക, കുറച്ച് അതീതമായൊരു തലം, ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന ഒന്നാണ്. എസ്തെറ്റിക്സ് ആൻഡ് ട്രാൻസെൻഡൻസ്. ഈ അതീന്ദ്രിയ അല്ലെങ്കിൽ അഭൗമികമായ ഒരു തലം, അല്ലെങ്കിൽ പ്രായോഗികമായ ജീവിതക്രമത്തിന് മീതെയായിട്ട് ഒരു തലം, ഒപ്പം ലാവണ്യവും സൗന്ദര്യവും കൂടി ചേരുമ്പോഴാണ് പലതിൻ്റെയും മഹത്വം നിർണ്ണയിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പോലെ ഇത്രയും അതീവ ചാരുതയും ആ ട്രാൻസെൻഡൻസിലേക്ക് ഉണർത്തുകയോ ഒക്കെ ചെയ്യുന്ന കഥകൾ അധികം ആരും പറഞ്ഞിട്ടില്ല. കഥകൾ എപ്പോഴും കാര്യങ്ങൾ വ്യക്തമാക്കാനാണെന്നും കരുതണ്ട കേട്ടോ. ചിലപ്പോൾ ചില കഥകളൊക്കെ മറച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് എന്തുകൊണ്ട് നീ ഉപമയിൽ സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മറച്ചുവെക്കാൻ കൂടിയുണ്ട് എന്നർത്ഥത്തിൽ. പക്ഷേ സത്യം അതിന്റെ പൂർണ്ണ പ്രകാശത്തിൽ വെളിപ്പെട്ട് കെട്ടുകഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ആ ഒരു കലിബറോ നമുക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഗുരുക്കന്മാർ ഈ കഥകളൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിനായിട്ട് നമുക്ക് നേരെ സൂര്യനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണഞ്ചി പോകും. അതുകൊണ്ട് ഒരു പാത്രത്തിനകത്ത് ഇത്തിരി ചാണകവെള്ളം വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഈ സൂര്യനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നത് പോലെയാണത്. നേരെ പ്രകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഒരുപക്ഷെ പൊട്ടിപ്പോയേക്കും. ആ കണ്ണ് പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള ആ കാഴ്ചയ്ക്ക് വേണ്ടി സ്വയം ഒരുങ്ങിയവർക്ക് ഉപമകളുടെ ആവശ്യവുമില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം യോഹന്നാന്റെ സുവിശേഷത്തിലെ ഉപമകളില്ലാതെ പോവുക. രണ്ട് ഉപമകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘടകങ്ങളുണ്ട്. ഞാൻ മുന്തിരിവള്ളിയും അല്ലെങ്കിൽ നല്ലിടയെന്ന് പറയുന്ന ഉപമകൾ വരുന്നുണ്ട്. പക്ഷേ അത് കഥകളായിട്ട് കരുതേണ്ടതില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ആ കഥകള്, ക്രിസ്തുവിന്റെ കഥകള് പ്രത്യേക ആ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കേണ്ടതാണ്. അപൂർവ ചാരുതയുള്ള, അപൂർവ ധ്യാനം ആവശ്യമുള്ള അത്തരം ചില കഥകൾക്കകത്തുനിന്ന് ഒന്നോ രണ്ടോ കഥകൾ നമുക്ക് എടുത്തു കാണാമെന്നാണ് കരുതുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും പരിചയമുള്ള ഒരു കഥ എടുക്കുക, സമരിയക്കാരെന്ന് പറഞ്ഞ കഥ. ഇതിനകത്ത് പുതിയതായിട്ടൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയല്ല, വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന കഥ. നല്ല സമരിയക്കാരെന്നൊക്കെ പറയുന്നത് ഇന്ന് ഭൂമിയിൽ നല്ല മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുന്ന വാഴ്ത്ത. അപ്പൊ അത്രയും പരിചിതമായ ഭാഷയിൽ പോലും ഒരു ഫ്രൈസായി മാറിയിരിക്കുന്ന വാക്കാണ് നല്ല സമരിയക്കാരൻ. ആ ഒരു പശ്ചാത്തലം എടുക്കുക. നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു നിയമജ്ഞൻ വന്നിട്ട് ചോദിക്കുകയാണ്, ജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ചോദിക്കുന്നത്, നീ എന്താ വായിക്കുന്നത്? എന്താ വായിക്കുന്ന പറഞ്ഞ അർത്ഥം, സ്വന്തം അരപ്പട്ടയിൽ ഒരു ഈ പ്രമാണങ്ങളുടെ ഒക്കെ തുകൽ ചുരുളുകൾ ചേർത്ത് കെട്ടിവെച്ചിരുന്നു. ആ ഒരു സ്വന്തം ശരീരത്തിലേക്ക് നോക്കി വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത്രയും അവരോട് ചേർത്ത് അവർ കൊണ്ടുവരുന്നതായിരുന്നു ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒത്തിരി കാര്യങ്ങൾ ഒന്നും അതിനകത്ത് എഴുതി വെക്കാറില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ അരപ്പട്ടയിൽ തുകൽ ചുരുളിൽ എഴുതി വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഉപരിയായിട്ട് നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ സർവ്വശക്തിയോടും പൂർണ്ണ മനസ്സോടും, ഒരു തരത്തിലും ഒരു ലൂപ്പ് ഹോൾ ഇല്ലാത്ത വിധത്തിൽ അത്രയും ടോട്ടലായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ ആവശ്യപ്പെടുന്ന ഒന്നാമത്തെ ഭാഗം. രണ്ടായിട്ട് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് ജീവിതം ക്രമപ്പെട്ട് കിട്ടിയാൽ മതി. അതിനാവശ്യമായ അറിവുകളും നമ്മളോടൊപ്പം ഉണ്ട്. എന്നും ഈ സ്പിരിച്വാലിറ്റി, ആത്മീയതയ്ക്ക് രണ്ട് തലങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുന്ന തലം. ഒന്ന് ലംബം എന്ന് പറയുന്ന ഒന്ന്, അത് ഈശ്വരനിലേക്ക് കൈകൂപ്പി നിൽക്കുക. മറ്റേത് പാരലായിട്ട് സമാന്തരമായിട്ട് വരുന്ന ഒന്ന്. ഈ രണ്ട് തലങ്ങളാ കുരിശ് കണക്കൊരു സ്പിരിച്വാലിറ്റിയാ. ഒന്ന് ഈശ്വരനിലേക്ക് കൈകൂപ്പി നിൽക്കുമ്പോൾ മറ്റൊന്ന് സഹോദരനിലേക്ക് കൈ വിരിച്ചു നിൽക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളിലേക്ക് ജീവിതം സംഗ്രഹിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്മീയത. അപ്പൊ രണ്ട് കാര്യങ്ങളിലേക്ക് ജീവിതം ക്രമപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്, ധ്യാനം, സ്നേഹം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിലേക്ക് ഒരുവന്റെ ജീവിതം ക്രമപ്പെടുന്നതാണ് ആത്മീയത. ആ ആത്മീയത തന്നെയാണ് നിത്യജീവനിലേക്കുള്ള വാതായനം നമുക്കറിയാം. അപ്പൊ ഇത്രയും അറിവുണ്ട്. എന്നിട്ടും ഈ മനുഷ്യൻ ഇതിനകത്ത് ഒരു വലിയൊരു ഗൗരവമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. അയൽക്കാരനെന്ന് പറയുന്ന കാര്യം മനസ്സിലായി, പക്ഷെ ആരാ അയൽക്കാരൻ? അപ്പൊ ഈ അയൽക്കാരൻ എന്ന് പറയുന്ന വ്യക്തി, പലപ്പോഴും യഹൂദൻ വിചാരിച്ചിരുന്ന അയൽക്കാരൻ എന്ന് പറയുന്നത് തന്റെ ആ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം. സമരക്കാരെന്ന് പറഞ്ഞ വാക്ക് പോലും ഉപയോഗിക്കാനായിട്ട് ആൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ക്രിസ്തു ചോദിക്കുന്നുണ്ട്, ഈ 3 പേരിൽ ആരാണ് ഈ പാതയോരത്ത് വീണ മനുഷ്യനോട്, ക്ഷതമേറ്റ മനുഷ്യനോട് മനുഷ്യന്റെ അയൽക്കാരൻ? അപ്പോൾ അത്
സമരക്കാരനാണെന്ന് പറയാനുള്ള ആർജവം പോലും ഈ നിയമത്തിനില്ല. അയാൾ അതിനകത്ത് ആ വാക്ക് പോലും സ്കിപ്പ് ചെയ്യുക. ആ വാക്ക് സ്കിപ്പ് ചെയ്തിട്ട് അയാൾ പറയുകയാണ് ആ മനുഷ്യൻ ആരാണോ കരുണ കാട്ടിയ ആ മനുഷ്യൻ, അല്ലാതെ ആ സമരക്കാരൻ റിപ്പീറ്റ് പോലും അയാൾക്കുള്ള ഒരു അവകാശമോ ഇഷ്ടമൊന്നുമില്ല. നമ്മുടെ അയൽവക്കം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പങ്ങൾ ക്രിസ്തു തകിടം മറിക്കുക. ഇടപെടൽ ആവശ്യമുള്ള അർഹതയുള്ള ഭൂമിയിൽ ഏത് മനുഷ്യൻ അയൽക്കാരനാണ്? നമ്മൾ ചിലപ്പോഴൊക്കെ നാട്ടിൻപുറത്തെ പഴയ സഹാക്കളെ കുറിച്ചൊക്കെ പരിഹസിക്കാറുണ്ട്. അവർ കാര്യം പറയുന്നു, ചൈനയിലെ കാര്യം പറയുന്നൊക്കെ. പക്ഷെ അത്രയും പരിഹസിക്കപ്പെടേണ്ട കാര്യമാണോ അത്? ഒരു സാർവദേശീയ അർത്ഥം രൂപപ്പെട്ട് കിട്ടുക എന്നുള്ള പ്രധാനം. ക്രിസ്തുവിന്റെ മനസ്സ് കണക്ക് ജീവിതത്തിന്റെ അതിർത്തികൾ വിശാലമാകുന്ന ഒരു പ്രക്രിയ അത്. ക്രിസ്തു ഒരിക്കലും ചെറിയ ആ ഒരു സെക്ടുകളിലേക്ക് ജീവിതത്തെയോ സംസ്കാരത്തെ ചുരുക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ശിഷ്യരെ വിടുമ്പോൾ പോലും ക്രിസ്തു എന്താ പറയുന്നത്? എവിടേക്ക് പോകണം? ലോകത്തിന്റെ അതിരുകളിലേക്ക് പോവുക. എൻ്റെ അർത്ഥം ഈ ഭൂമി മുഴുവനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു ക്യൂബയിലായാലും അല്ലെങ്കിൽ നിക്കരാഗോയായാലും ഭൂമിയുടെ ഏതിടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാൻ പറ്റുന്ന മനസ്സുണ്ടാവുക എന്നുള്ള പ്രധാനം. അപ്പൊ ഇന്നലെ വരെ അയൽവക്ക ബന്ധത്തെ നിശ്ചയിച്ചിരുന്നത് വേലിയോ മതിലോ ഒക്കെ ആയിരുന്നു. ഈ വേലിക്ക് അപ്പുറമുള്ളതാണ് നിന്റെ അയൽക്കാരൻ, അതിനപ്പുറമുള്ളതാണ് നിന്റെ അയൽക്കാരൻ, അല്ലെങ്കിൽ നിന്റെ ഗോത്രത്തിൽപ്പെട്ടവനാണ് നിന്റെ അയൽക്കാരൻ, നിന്റെ റിലിജനിൽ പരമാവധി നിന്റെ മതത്തിൽപ്പെട്ടവനാണ് അയൽക്കാരൻ. ഈ അയൽവക്ക സങ്കല്പങ്ങൾക്ക് മീതെയായിട്ട് ആ യൂണിവേഴ്സൽ സാർവദേശീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സങ്കല്പത്തിലേക്ക് ക്രിസ്തു നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ ഇതിനു മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു, എന്നും ഭൂമിയിൽ രണ്ടു തരം മനുഷ്യരുണ്ടായിരിക്കുമെന്ന്. ഒന്ന് ഇരകളും മറ്റൊന്ന് വേട്ടക്കാരും. അല്ല, മൂന്നാമതൊരു തരം മനുഷ്യർ കൂടി ഉണ്ടാവുമെന്ന് ഈ ഒരു ഉപമിക്കത്ത് നമ്മൾ വായിച്ചെടുക്കുന്നു. മൂന്നാമതൊരു മനുഷ്യരാണ്? ഈ ഇരകളുടെയും വേട്ടക്കാരെയും മധ്യം നിൽക്കുന്ന കാഴ്ചക്കാര്. ഭൂമിയില് മൂന്നരം മനുഷ്യരാ: ഇരകള്, വേട്ടക്കാര്, പിന്നെ അവരുടെ മധ്യം നിൽക്കുന്ന കാഴ്ചക്കാരും. ഈ കാഴ്ചക്കാര് അത്ര മോശപ്പെട്ട മനുഷ്യരാവണമെന്നില്ല കേട്ടോ. അവർക്ക് അതിനകത്ത് വൈകാരികമായിട്ട് ഇടപെടാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്തോ അവരെ തടസ്സപ്പെടുത്തുന്നു. ആ ഫോട്ടോഗ്രാഫിയില് ഒരു വലിയ സങ്കടം കണക്ക് ഒരു വളരെ പ്രശസ്തനായ ഫോട്ടോഗ്രാഫറാ. എന്നിട്ട് ഈ മനുഷ്യൻ ആ വറുതിയും പട്ടിണിയുമുള്ള ആഫ്രിക്കയുടെ ഇടവഴികളിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു കൈവിരലോളം വലിപ്പമുള്ളൊരു കുഞ്ഞ്, പട്ടിണി കൊണ്ട് ശോഷിച്ചു പോയ കുഞ്ഞ്. ആ കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിനെ വിഴുങ്ങാനായിട്ട്, ആ കുഞ്ഞിനെ കൊന്നു തിന്നാനായിട്ട് ഒരു കഴുകൻ ഈ കുഞ്ഞിനെ സമീപിക്കുന്നു. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഈ മനുഷ്യന് പ്രൊഫഷണൽ കരിയർ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഷോട്ടായത്. ആള് ആ ചിത്രം എടുത്തു. വളരെ പ്രശസ്തമായ അവാർഡുകളും ഒക്കെ അതിന് കിട്ടി. അപ്പോൾ വരുന്ന ഒരു കുഞ്ഞു പ്രശ്നം ഇത്രയേ ഉള്ളൂ: ഈ കുഞ്ഞ് ഈ കഴുകനാൽ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ചിത്രം എടുക്കണമോ അതോ കുഞ്ഞിനെ രക്ഷിക്കണമോ? ഇവിടെ വെച്ചാണ് ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ താടുക. എന്നിട്ട് ഇതിന്റെ ഒരു ദുരന്തകാണ്ഡം ഇതേ ഉള്ളൂ: ഈ ഇത്രയും അവാർഡും ഇത്രയും പുരസ്കാരവും ഒക്കെ കിട്ടി ഈ മനുഷ്യൻ പിന്നീട് ആത്മഹത്യ ചെയ്യുക. ഞാൻ ഓർക്കുന്ന ഒരുപക്ഷെ ഈ ഒരു പ്രത്യേക അനുഭവം ഈ മനുഷ്യന്റെ ജീവിതത്തെ ദീർഘകാലം വേട്ടയാടിയിട്ടുണ്ടാവും. തനിക്ക് രക്ഷിക്കാമാവുന്നത് പോയൊരു കുഞ്ഞ് തന്റെ ക്യാമറ സ്നാപ്പിലായിട്ട് മാത്രം ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ നല്ല മനുഷ്യർ തന്നെയാണ്. എന്നിട്ടും ഈ നല്ല മനുഷ്യർക്ക് പലപ്പോഴും ഇടപെടാൻ പറ്റുന്നില്ല. ഈ കഥയ്ക്കകത്ത് മൂന്ന് തരം ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തത് ഈ കവർച്ചക്കാർ തന്നെ. അവർ എന്താ കവർച്ചക്കാരെന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ പോലും തങ്ങൾക്ക് വേണമെന്ന് കരുതുന്ന മനുഷ്യര്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പോലും കവർന്നെടുക്കുന്ന മനുഷ്യര്, തങ്ങൾക്കുള്ള അപകർഷങ്ങൾ മാത്രമല്ല അവരുടെ അപകർഷങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടെന്ന് കരുതുന്ന മനുഷ്യര്, അത് കവർച്ചക്കാരാ. ആ അർത്ഥത്തിൽ ഈ വഴിയോരങ്ങളിൽ മാത്രമല്ല കേട്ടോ ഈ കവർച്ചക്കാർ, ഇവിടെ എല്ലായിടങ്ങളിലും ഉണ്ട് ഈ ചൂഷകർ എന്ന് പറയുന്ന മനുഷ്യർ. അവരൊക്കെ ഈ കവർച്ചക്കാരാ വസ്തുത്തില്. രണ്ടാമത്തതായിട്ട് വളരെ പസിവിറ്റി ജീവിക്കുന്ന മനുഷ്യരാ. അവർ ജീവിതത്തോട് ഒരു തരം നിസ്സംഗത പുലർത്തുന്നു. പക്ഷെ അവർ നമ്മൾ നല്ല മനുഷ്യരെന്നൊക്കെ പറയുന്നു. അവരെന്താ വിചാരിക്കുന്നത്? നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ, എനിക്കുള്ളത് എനിക്കിരിക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓവർലാപ്പിംഗ് വരുന്നില്ല. അല്ലാതെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾക്കിടയിലായിട്ട് ഒരു ക്രോസ് ലൈൻ സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ വളരെ സൗമ്യരായിട്ട് ജീവിക്കുന്നു. നമ്മൾ അവരെ നല്ല മനുഷ്യരെന്നൊക്കെ വിളിക്കുന്നു. ആരുടെയും കാര്യങ്ങൾ ഇടപെടില്ല എന്നൊക്കെ പറയുന്നു. വളരെ കൃത്യമായിട്ട് ഓഫീസിൽ പോകുന്നു, കൃത്യമായിട്ട് വീട്ടിലേക്ക് വരുന്നു. പക്കാ നല്ല മനുഷ്യരാ. മൂന്നാമത്തെ കൂട്ടര് ഈ എന്റേത് കൂടി നിനക്ക് അവകാശപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യരാ. സമരക്കാരൻ ആ ശ്രേണിയിൽ പെടുകയാണ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് നിനക്കൂടി അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന മനുഷ്യര്. അപ്പൊ ഈ മൂന്ന് ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ട്. അവരെൻ്റെത് കവർന്നെടുക്കുന്ന മനുഷ്യര്, അവരെൻ്റെത് അവരനും എനിക്ക് എന്റേതെന്ന് കരുതുന്ന മനുഷ്യര്, എന്റേത് കൂടി അവരന് അർഹതപ്പെട്ടെന്ന് കരുതുന്ന മനുഷ്യര്. അങ്ങനെയാണ് ഈ കഥയിലെ സമരക്കാരന് ഇത്രയും പ്രകാശം കിട്ടുക. അപ്പൊ എന്തുകൊണ്ട് ഈ ഇതിനകത്ത് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? രണ്ട് ആറ്റിറ്റ്യൂഡ്സ് ഇതിനോട് ബന്ധപ്പെട്ട് ഇനിയും അനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ കാണാവുന്ന. എന്താണത്? ആദ്യത്തെ കൂട്ടര് ഒരു വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുക. തങ്ങള്
ഇവന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞെന്നാൽ തങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആ ശ്രേണിയിൽപ്പെടുന്നുണ്ട് പുരോഹിതനും ലെവൈറ്റും. രണ്ടുപേരും ഈ ദേവാലയ ശുശ്രൂഷയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന. എന്നും എന്നെ അലട്ടുന്നൊരു പ്രശ്നം ഇത്രയേ ഉള്ളൂ: നല്ല ഭക്തര് എന്തുകൊണ്ടാണ് നല്ല മനുഷ്യരാവാത്തത്? ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന കരുതുന്ന മനുഷ്യര് എന്തുകൊണ്ടാണ് മനുഷ്യരോട് ചേർന്ന് നടക്കാത്തത്? ഇതെന്നെ എല്ലാ കാലങ്ങളും അലട്ടുന്ന പ്രശ്നമാണ്. ഞാൻ വിചാരിക്കുന്നു മിക്കവാറും എല്ലാ ഗുരുപാരമ്പര്യങ്ങൾക്കകത്തും ഗുരുക്കന്മാർ അലട്ടുന്ന ഒരു പ്രോബ്ലങ്ങളിൽ ഒന്നാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ആള് ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുക. ഞാൻ ഇവന്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കും? എന്തായിരിക്കണം പുരോഹിതൻ അലട്ടിയ പ്രശ്നം? ഒരുപക്ഷെ ഇതായിരിക്കും: ഈ മനുഷ്യൻ മരിച്ചതില്ല നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ അപകടം പിടിച്ച വഴിയാണ് കേട്ടോ ഈ ജെറൂസലേമിലും ജെറീക്കയിലേക്കുള്ള വഴി. അത് വളരെ കുത്തനെയുള്ള വഴിയാണ്. ഈ കുത്തനെയുള്ള വഴി ഇടുങ്ങിയ വഴികളും പാറക്കെട്ടിടയിലുള്ള വഴിയാണ്. അതുകൊണ്ടൊക്കെയാണ് 5-ാം നൂറ്റാണ്ടിലൊക്കെ ജെറോം പോലും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അതിനിന്നും വിളിക്കുന്നത്, അദ്ദേഹത്തിന്റെ കാലത്ത് പോലും അത് ആ ഒരു വീഥി വിളിക്കപ്പെട്ടിരുന്നത് ദ റെഡ് ആൻഡ് ബ്ലഡി വേ എന്നുള്ള, ആ ചുവന്ന രക്ത പുരണ്ട വഴിയെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആ ഒരു ഇടം അറിയപ്പെട്ടിരുന്നത് പോലും. അപ്പൊ അതുകൊണ്ട് ആ വശങ്ങളിലൂടെ മനുഷ്യർ ഒറ്റയ്ക്ക് ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. കാരണം കവർച്ചക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ വരുമ്പോൾ സംഘമായിട്ട് മാത്രം യാത്രക്കാർ പോയിക്കൊണ്ടിരുന്ന ഒരു വഴിയാണ് ഈ ജെറൂസലേമിൽ ജെറീക്കയിലേക്കുള്ള വഴി. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടതാവാം. അത് കൊല്ലപ്പെട്ടതല്ലെന്ന് എന്താ ഉറപ്പ്? ഇനി ഈ ചെന്ന് അടുത്ത് നോക്കുമ്പോൾ ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടതാണെങ്കിൽ അതോടുകൂടി ആ നിയമാവർത്ത പുസ്തകം നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, മൃതശരീരത്തെ തൊട്ട ആള് പിന്നീട് ഈ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ദേവാലയ സമ്പ്രദായങ്ങളിൽ നിന്നും ഒരു അധികം കാലം മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ പുരോഹിതൻ വിചാരിക്കുകയാണ്, ഇവനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് സംഭവിക്കും. ഇത് തന്നെ ലെവൈറ്റും ചിന്തിച്ചിട്ടുണ്ട്. ലെവൈറ്റ് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുള്ള ഇതായിരിക്കാം: അക്കാലങ്ങളിലൊക്കെ ഈ ഒരു കവർച്ചക്കാരുടെ ഒരു കൃത്രിമം എന്ന് പറയുന്നത് അവർ വല്ലാതെ ഇങ്ങനെ പാതയോരത്ത് മുറിവേറ്റ് കിടക്കുന്നവരായിട്ട് അഭിനയിച്ചു കാട്ടും. അടുത്ത് വരുമ്പോഴേക്കും പതിഞ്ഞിരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം കൂടി ഈ ഒരു ഇരയുടെ മീതെ ചാടി വീഴുകയും ചെയ്യും. അപ്പോൾ ഇതൊരു കബളിപ്പിക്കലാണെങ്കിലോ? രണ്ടുപേരും ഇവനെ തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു മാത്രം ആകുലപ്പെടുന്ന മനുഷ്യരാണ്. എന്നാൽ സമരിയാക്കാരന്റെ വ്യത്യാസം എന്താണ്? അയാളോട് തന്നെ ചോദിച്ചു, ഇവനെ ഞാൻ തൊടാതെ പോയി കഴിഞ്ഞെന്നാൽ ഇവനെന്ത് സംഭവിക്കും? ചില മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടാതെ പോയി കഴിഞ്ഞെന്നാൽ അവർക്കെന്ത് സംഭവിക്കുമെന്നുള്ള വ്യാകുലത ഉണ്ടാവുകയാണ് പ്രധാനം. ഒരു സമരിയാക്കാരന്റെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടറായി മനുഷ്യൻ. കാരണം മുമ്പിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു പണിയാണ് സ്നേഹമെന്ന് ഇയാൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജിതു കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്ന കണക്ക് ലവ് ഈസ് എ പെയിൻഫുൾ എക്സഡസ്. വേദന നിറഞ്ഞ, വിപൽക്കരമായ, അപകടം നിറഞ്ഞ യാത്രകളുടെയൊക്കെ പേരാണെന്ത് സ്നേഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് വിപൽക്കരവും വേദന നിറഞ്ഞതുമായ ഒരു സാഹചര്യത്തിലേക്ക് ഈ മനുഷ്യൻ പ്രവേശിക്കുക. ഇയാളെ മഹത്വം നമ്മൾ കണ്ടെത്തുന്ന ഇയാൾ വളരെ പേഴ്സണലായിട്ട് അതിനകത്ത് ഇടപെടുന്നുള്ള. ഇത് നമ്മുടെ കാലത്തൊക്കെ നല്ല സമരിയാക്കാരൊക്കെ പലരിടത്തും ഇടപെടുന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രോക്സി ഉണ്ട്. അവർക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് പ്രൊജക്റ്റ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിയെ കാര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യർ ഇടപെടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഈ വൈകാരികമായ അടുപ്പമില്ല, വൈകാരികമായ ഇടപെടലോ ഇന്റിമസിയോ ഇല്ലാതെ പോകുന്നുണ്ട്. ഇയാൾ സ്വയം അതിനകത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം വളരെ ക്രെഡിബിളായൊരു മനുഷ്യനാണ് ഇയാൾ. ഈ സത്രസൂക്ഷിപ്പാരനൊക്കെ ഈ മനുഷ്യന്റെ ആ നന്മയെക്കുറിച്ച് നല്ല സൂചനയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പൊ തൽക്കാലം ഇത് ഉപയോഗിക്കുക, ഇനി എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ അതൊക്കെ വരുമ്പോൾ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു വഴിയാത്രക്കാരൻ ഈ വഴി മടങ്ങി വരണമെന്ന് എന്താ ഉറപ്പ്? അതിന്റെ അർത്ഥം ഇയാളുടെ ജീവിതക്രമം കൊണ്ട് ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരിക്കലും അയാളുടെ കൈവശമുള്ള ധനം കൊണ്ട് അയാൾ ഉണ്ടാക്കിയ ക്രെഡിബിലിറ്റിയാണ് വിചാരിക്കരുത്. ബൈബിളില് അബ്രഹാത്തേക്ക് ഓർക്കുന്നത് നല്ലതാ. അബ്രഹാം അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവനായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിനകത്ത്. ആ ഒരു പ്രത്യേക ഘട്ടത്തിനകത്ത് തന്റെ കൈവശമുള്ള തന്റെ പ്രിയമുള്ളവളുടെ മൃതശരീരം പോലും സംസ്കരിക്കാനായിട്ട് ഇയാൾക്ക് ഇടം തേടി നടക്കേണ്ടി വന്നൊരുവനാ. എന്നിട്ടോ അങ്ങനെ ഇടം തേടി നടക്കുന്നതിനിടയിലും അയാൾ പോയിരുന്ന നാടിനകത്തെ മനുഷ്യർ ഇയാളെ വിളിച്ചിരുന്ന വാക്ക് ലോഡ് എന്നാ, പ്രഭോ എന്നാ. ഭൂമിയിൽ ഒരു അങ്കുലം മണ്ണില്ലാത്തൊരു മനുഷ്യനെ പ്രഭോ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? തിരിഞ്ഞു നടക്കുന്ന ഈ മനുഷ്യനെ അയാളുടെ ഭാര്യ എന്നും വിളിച്ചിരുന്ന വാക്ക് നാഥ എന്നാ. അപ്പം മനുഷ്യരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന അവരെ കൈവശമുള്ള കീശയിലുള്ള പണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇയാളൊരു വിശ്വാസ്യത രൂപപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടുമുട്ടുന്നവരിലൊക്കെ ഒരു വിശ്വാസ്യത രൂപപ്പെടുത്തുന്ന വിധത്തിൽ വളരെ പ്രകാശം നിറഞ്ഞ ലുമിനസായ ഒരു കഥാപാത്രമാണ് ഈ സമരിയാക്കാരൻ. ഈ ഒരു കഥക്ക് എന്നും ആവർത്തനങ്ങളുണ്ടാകും. മനുഷ്യരിൽ നിന്ന് അകന്നു നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആത്മീയത, മതാത്മകത, മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ശ്രമിക്കുന്ന അത്ര ആത്മീയരല്ലാത്ത മനുഷ്യര് എവിടെയായിരിക്കും ക്രിസ്തു ചേർന്ന് നിൽക്കാൻ പോകുന്നത്? മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത്
ഇടപെടാത്ത ഒരാളുടെ നേരെ ക്രിസ്തു മുഖം തിരിച്ചേക്കും എന്ന ഒരു ഭയം ഈ രാവിലെ സൂക്ഷിക്കുന്നത് നല്ലതാ. അപ്പോൾ ഈ ഒരു മുഴുവൻ കഥയ്ക്ക് ശേഷം നമ്മൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. കഥകള് അവൻ പറഞ്ഞ കാലത്തിന് വേണ്ടിയല്ല, എല്ലാ കാലത്തിനും വേണ്ടിയാ. എല്ലാ കാലത്തിനകത്തും കഥകൾക്ക് മാംസം ധരിക്കേണ്ട ഒരു വിളിയുണ്ട്, ദൈവവിളിയുണ്ട്. ആ കഥകളുടെ പ്രത്യേകത അതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാലത്തിൽ ഈ കഥയെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? ജെറൂസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള വഴി അതാ പാലസ്തീനിലൊന്നുമല്ല കേട്ടോ. ഒരു സ്കൂൾ അസംബ്ലിയിൽ എന്നും ടീച്ചർ അസംബ്ലിക്ക് മുമ്പായിട്ട് ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം വായിക്കും. കുട്ടികൾ വളരെ അശ്രദ്ധരായിട്ട് കേട്ടു നിൽക്കുകയും ചെയ്യും. ഇത്തവണ ആ സിസ്റ്റർ വായിച്ചത് ഈ സമരിയക്കാരൻ്റെ ഉപമയാണ്. അപ്പോഴും കുട്ടികൾ ഉറക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ ഭാഗം വായിച്ചതിന് ശേഷം സിസ്റ്റർ അല്ലെങ്കിൽ ആ ടീച്ചർ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജെറൂസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള വഴി നിങ്ങളുടെ ക്ലാസ് മുറിയുടെ മധ്യ കൂടിയാണ്. ആ നിമിഷം കുട്ടികൾ നിശബ്ദരായി. അവർക്ക് മനസ്സിലായി ആരാണ് തങ്ങളുടെ അയൽക്കാരനെന്ന്, ആരുടെ ജീവിതത്തിലാണ് തങ്ങൾ ഇടപെടേണ്ടതെന്ന്. ഫീസില്ലാത്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുന്നവൻ, പിഞ്ചി യൂണിഫോം അണിഞ്ഞതിൻ്റെ പേരിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നവൻ, അല്ലെങ്കിൽ ഗൃഹപാഠം ചെയ്യാത്തതിൻ്റെ പേരിൽ കണക്കില്ലാതെ വഴക്ക് കേൾക്കേണ്ടി വരുന്നൊരു കുഞ്ഞ്. ആ നിമിഷം കുട്ടികൾ തങ്ങളുടെ അയൽക്കാരനെ തിരിച്ചറിഞ്ഞു. സ്കൂള് അതോടുകൂടി നിശബ്ദമായെന്ന് പറയുന്ന ഒരു കുഞ്ഞു സംഭവമുണ്ട്. ജെറൂസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള വഴി ദാ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൂടിയാ, നിങ്ങളുടെ ഇടനാഴിയിലൂടെയാ, നിങ്ങളുടെ ഉറക്കറയിലൂടെയാ, നിങ്ങളുടെ ഭക്ഷണമുറിയിലൂടെയാ, നിങ്ങളുടെ നാട്ടുമൈതാനങ്ങളിലൂടെയാ. ജെറൂസലേമിലുള്ള ആ ജെറീക്കയിലേക്കുള്ള വഴി കണ്ടെത്തുക എന്നുള്ള പ്രധാനം. ഈ വഴിയിൽ എത്ര പേരെയാണ് നമ്മൾ കാണാതെ പോവുക? പലപ്പോഴും ദരിദ്രനോടുള്ള ഇഷ്ടം, വിശപ്പ്, ചൂഷണം, ആഗോളവൽക്കരണം തുടങ്ങിയ പദങ്ങളൊക്കെ ഇന്നൊരു തരം ഇന്റലക്ച്വൽ ലക്ഷറി ആയിട്ട് മാറുന്നുണ്ട്, ബൗദ്ധിക ആഡംബരമായിട്ട് മാറുന്നുണ്ട്. ബൗദ്ധിക ആഡംബരങ്ങൾ ആരെയും സഹായിക്കുന്നില്ല, കാഴ്ച ആരുടെയും ജീവിതത്തെ മനോഹരമാക്കുന്നില്ല. എന്തുമാത്രം ഇടപെടൽ ആവശ്യമുണ്ട്. ഈ ഇടപെടലിലേക്ക് നീ എന്ത് ചെയ്യുന്നുണ്ട്? അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം അവസാനിക്കുമ്പോൾ ഈശോ പറയും, നീയും പോയി അപ്രകാരം ചെയ്യുവിൻ. വെറുതെ ഇതോർത്ത് ധ്യാനിച്ചിട്ട് നല്ല വിചാരമാണെന്നൊക്കെ ഓർത്തിട്ട് സ്വസ്ഥമായിട്ട് കുരിശ് വരച്ച് കടക്കാൻ വേണ്ടിയുള്ളതല്ല. നീയും പോയി അപ്രകാരം ചെയ്യുവിൻ. സ്നേഹം എന്ന് പറയുന്നത് പ്രൈമറിലി ഒരു ആക്ഷനാണ്, അല്ല വെറുതെ ഈ ഒരു നെഞ്ചോളം കിടക്കുന്നൊരു വികാരമല്ല. നീ എന്ത് ചെയ്തു എന്നുള്ള പ്രധാനം. വലിയ ഇടപെടലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ക്രിസ്തു നമ്മളോടും പറയുന്നു, നീയും പോയി അപ്രകാരം ചെയ്യുവിൻ. ഈ ഉപമ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പരമ്പരാഗത വായനയുണ്ട്. അതുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഈ വിചാരങ്ങൾ അവസാനിപ്പിക്കാം. എന്താണ് ആ സഭ എക്ലേസിയയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഭാഗത്തിന്റെ വായന? ഇതാ ഒരു മനുഷ്യൻ, വഴിയോരത്തൊരു മനുഷ്യൻ കിടക്കുക. അയാൾ ക്ഷതമേറ്റിട്ടുണ്ട്. ഒരാൾ ക്ഷതമേക്കുമ്പോൾ എപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, അയാളുടേതായ അപക്വതയുണ്ട്, അയാളുടെ ഇമ്മച്യൂരിറ്റി ഉണ്ട്. രണ്ടാമതായിട്ട് അയാളുടെ സമൂഹം ക്രൂരമാണ്. ഇന്ന് പോലും മനുഷ്യർ സംഘമായിട്ട് മാത്രം പോകുന്ന വഴികളിലൂടെ ഒറ്റക്ക് നടക്കാനായിട്ട് ഇയാൾ തയ്യാറായി എന്നുള്ളത് വാസ്തവത്തിൽ ഇയാളുടെ അപക്വതയുടെ ഭാഗമാണ്. പലപ്പോഴും ചില മനുഷ്യർക്കൊക്കെ ചില ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അത് ആ മനുഷ്യന്റെ കയ്യിലിരിപ്പുണ്ട്, അവന്റെ അപക്വത കൊണ്ട്, അവന്റെ ക്രമമില്ലായ്മ കൊണ്ട്. എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലും അത് ആ കാരണത്തിൽ ഇടപെടാതിരിക്കാനിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കാനായിട്ട്, മാറ്റി നിർത്താനായിട്ട് പ്രേരകമാവരുത്. ആയിക്കോട്ടെ, അവന്റെ അപക്വതയാവാം, പക്ഷെ അതൊന്നും കൊണ്ടൊന്നും നിനക്ക് ഇതിനകത്ത് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതിന്റെ ഒന്നാമത്തതാ. അപ്പോൾ വഴിയോരത്തൊരുത്തം കിടപ്പുണ്ട്, ക്ഷതമേറ്റൊരു മനുഷ്യൻ. സ്വന്തം അപക്വത കൊണ്ടും സമൂഹത്തിന്റെ ക്രൂരത കൊണ്ടും ക്ഷതപ്പെടുന്ന ആ മുഴുവൻ മാനവ വംശവും ആണ് ഈ വഴിയോരത്ത് കിടക്കുന്ന മനുഷ്യൻ. രണ്ടാമതായിട്ട് അവനെ ബൈപ്പാസ് ചെയ്തു പോകുന്ന റിലിജ്യൻ, മനുഷ്യന്റെ സങ്കടങ്ങൾക്കെതിരായിട്ട് മുഖം തിരിച്ചു നിൽക്കുന്ന റിലിജ്യൻ. അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യർ എന്തുകൊണ്ടാണ് മനുഷ്യരിൽ നിന്ന് മുഖം തിരിച്ചു പോവുക? അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഒരു ചെറിയൊരു ബലിത കണക്കാ. ഒരച്ഛൻ പള്ളിയിൽ ഒരു ഞായറാഴ്ച പ്രഖ്യാപിച്ചു, ഇനി ഞാൻ പ്രസംഗമൊന്നും പറയാൻ പോകുന്നില്ല, ഞാൻ നിർത്തി. അപ്പോൾ നാട്ടുകാർ ചോദിച്ചു, എന്താ അങ്ങനെയൊക്കെ നിർത്തണത്? പുള്ളി പറഞ്ഞ്, പ്രസംഗം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ കഴിഞ്ഞ ആഴ്ചയും പള്ളിയിൽ സമരക്കാരൻ ഉപമയാണ് പറഞ്ഞത്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മളൊക്കെയാണ് നല്ല സമരക്കാരൻ, നമ്മളൊക്കെയാണ് ഓരോന്നിനകത്ത് ഇടപെടേണ്ടത്. എന്നിട്ടോ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ 3 മണിക്ക് നടക്കാൻ പോയപ്പോൾ നമ്മുടെ ഈ വഴിയിൽ ജംഗ്ഷനിൽ ഒരാൾ കിടക്കുക. അവൻ ചത്തോ ജീവിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരാൾ പോലും അവൻ്റെ അടുക്കൽ വന്ന് നോക്കിയിട്ടില്ല. വൈകുന്നേരം ഞാൻ 7 മണിക്ക് വരുമ്പോഴും അവൻ അവിടെ തന്നെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുക. കഥ പിന്നെയും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, പല രീതിയിലും പല ഭാവങ്ങളിലുമൊക്കെ. അപ്പോൾ മനുഷ്യന്റെ സങ്കടങ്ങളെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു മതം, അത് അതിന് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് ഈ സമരക്കാരൻ ക്രിസ്തു തന്നെയാണ്. കഴുതപ്പുറത്ത് വരുന്ന സമരക്കാരെന്ന് പതുക്കെ കണ്ണടച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കിട്ടും.
ആ സമരക്കാരോട് അത്രയും ചേർന്ന് നിന്ന മനുഷ്യൻ, അസോസിയേറ്റ് ചെയ്ത് നിന്ന മനുഷ്യൻ, അവസാന കാലങ്ങളിൽ സമരക്കാരുടെ സ്നേഹിതനെന്നുള്ള ആരോപണം ഉണ്ടായ മനുഷ്യൻ അത് ക്രിസ്തു തന്നെയാണ്. നാലാമതായിട്ട് ക്രിസ്തു ഈ മനുഷ്യനെ എടുത്തുകൊണ്ട് പോകുന്ന സത്രമായിരിക്കണം സഭ. ഭൂമിയിലെ ക്ഷതമേറ്റ മനുഷ്യരെയൊക്കെ ശുശ്രൂഷിക്കേണ്ട സത്രമാവണം സഭ. ചർച്ച് ഈസ് ഈദർ എ ഹോസ്പിറ്റൽ ഓർ ഹോസ്പിസ്. വലിയ ദേവാലയങ്ങൾ പണിയുകയല്ല പ്രധാനം, മറിച്ച് വലിയ ആതുരാലയങ്ങൾ രൂപപ്പെടുക എന്നുള്ളതാണ്. ആ മനുഷ്യന് കെയർ കൊടുക്കാൻ പറ്റുന്ന, ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന, അവൻ്റെ ശ്രേഷ്ഠതയെ പ്രകാശിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ആതുരാലയമായിട്ട് എന്നാണ് ഈ മതമൊക്കെ മാറുക. അതാണ് അതിൻ്റെ നാലാമത്തത്. എന്നുവരെ ഇവനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തെ വിചാരം. ക്രിസ്തു ഈ സമരക്കാരൻ പറയുകയാണ്, ഞാൻ വീണ്ടും വരും. മാറാനാത്ത കർത്താവായ ഈശോയെ, നീ വീണ്ടും വരണമേ. നീ വീണ്ടും വരുവോളം ഭൂമിയിലെ ക്ഷതമേറ്റ മനുഷ്യരെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും സൗഖ്യപ്പെടുത്താനും സാന്ത്വനപ്പെടുത്താനുമുള്ള ആതുരാലയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ റോൾ എന്താണ്? അതാണ് ആറാമത്തത്, സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോള്. ഭൂമിയിലുള്ള ഏതൊരു എൽഡറും ഈ സത്രം സൂക്ഷിപ്പുകാരനാവണം. എൽഡർ എന്ന് പറയുമ്പോൾ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെന്ന് മാത്രമല്ല, ഒരു പക്വത കിട്ടിയ ഏതൊരു മനുഷ്യനും, ആത്മീയതയ്ക്കകത്ത് പ്രകാശം കിട്ടിയ ഏതൊരു മനുഷ്യനും ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളാണ്. ഭൂമിയിലെ സത്രം സൂക്ഷിപ്പുകാരുടെ റോളാണ് നമുക്ക്. ക്ഷതമേറ്റവനെ അവൻ രണ്ടാം വരവ് വരെ സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്കാവുമോ? 2 പൊന്നാണയങ്ങൾ കൂടി കൊടുത്തിട്ട് പോകുന്നുണ്ട്. അത് വചനമായിട്ടും മറ്റൊന്ന് കൂദാശയായിട്ടും വ്യാഖ്യാനിക്കപ്പെടുന്നു. ദൈവമേ, ഈ ഭൂമി വലിയൊരു ആതുരാലയമാവണമേ. അതിനകത്തെ ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഏറ്റവും കൃത്യതയുള്ള ആ നല്ല ശുശ്രൂഷകരായി ഞങ്ങളെ മാറ്റണമേ. ഒരുപക്ഷെ സമരക്കാരാകാൻ ഞങ്ങൾക്ക് ബലമില്ലെങ്കിൽ. ഭൂമി ഒരാതുരാലയമാകുമ്പോൾ ആ ആതുരാലയത്തിലെ കാവൽക്കാരായി ഞങ്ങളെയും രൂപപ്പെടുത്തണമെന്ന ആ പ്രാർത്ഥനയോടുകൂടി ഗുരുചരണങ്ങളെ ഞങ്ങളൊന്ന് പ്രണമിച്ചോട്ടെ. സർവരക്ഷാ